അതിരടി ഒരു അടിപൊളി പടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ലൗഡായിട്ടൊരു സിനിമയാണ്. ഈ ലൗഡ്നെസ് കാരണം ആൾക്കാർ അങ്ങനെ ഉറങ്ങാനുള്ള ചാൻസ് ഒന്നുമില്ല തിയേറ്ററിൽ. അതുപോലെ തന്നെ ലാഗ് അടിക്കുന്ന പരിപാടിയും കുറവാണ്. ഇനിയിപ്പോൾ ലാഗ് ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു ലൗഡ്നെസ്സും അതുപോലെ തന്നെ ബേസിൽ ജോസഫ്, അതുപോലെ ടോവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ ഇവരൊക്കെ അടങ്ങുന്ന ഒരു ഒരു ക്ലൈമാക്സ് പരിപാടി 30 to 40 മിനിറ്റ്സ് ഉണ്ട്. അത് ഒരു ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഒരു ആൾക്കാരെ പിടിച്ച് ഇരുത്തി ആർപ്പ് വിളികളും ഒക്കെ നടത്തുന്ന കുറച്ച് പരിപാടികൾ. പിന്നെ ഒരു മലയാള ഒരു യുവതാരം ഒക്കെ വരുന്നുണ്ട് സിനിമയിൽ. അപ്പൊ അങ്ങനത്തെ പരിപാടികളൊക്കെ നന്നായിട്ട് വർക്കായിട്ടുള്ള സിനിമയാണ് അതിരടി. ആദ്യത്തെ എന്താ പറയാ ഷോട്ടുകൾ അല്ലെങ്കിൽ സീനുകളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ഉണ്ട്. അത് കുറച്ച് രസമായിട്ട് നന്നായിട്ട് വന്നിട്ടുള്ള പരിപാടിയാണ്. പിന്നെ ഫുൾ സാംകുട്ടി, അതായത് ബേസിൽ ജോസഫിന്റെ അഴിഞ്ഞാട്ടം ആൻഡ് അത് കഴിഞ്ഞ് ടോവിനോ തോമസിന്റെ അഴിഞ്ഞാട്ടം, രണ്ടുപേരും കൂടിച്ചേർന്നാൽ എന്താണ് നമ്മൾ സ്ക്രീനിൽ അല്ലാതെ കണ്ടിട്ടുള്ളത്, അതൊക്കെ നന്നായിട്ട് സ്ക്രീനിന്റെ മുന്നിൽ എത്രത്തോളം അടികൂടാൻ പറ്റും അത്രത്തോളം അടികൂടുന്ന രണ്ട് കഥാപാത്രങ്ങൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സിനിമ എന്റർടൈനിങ് ആണ്, എൻഗേജിങ് ആണ്, തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസും അതൊക്കെ തന്നെയാണ്. അപ്പൊ എന്തായാലും ഒരു വിഷുവിനൊക്കെ ഇറങ്ങിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ഓളം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു എനിക്ക് തോന്നുന്നു. ബട്ട് ദെൻ ഇപ്പോഴും വെക്കേഷൻ സീസൺ ആണ്, ഇപ്പോഴും സ്പേസ് ഉണ്ട് തിയേറ്ററിൽ. നെക്സ്റ്റ് വീക്ക് ദൃശ്യം 3 വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ദർ ഇസ് സ്പേസ് ആൻഡ് എന്താ പറയാ, നല്ലൊരു രസമുള്ള ഒരു സിനിമയാണ്. ലോജിക്കൽ റീസണിംഗ് ഉള്ള പടമൊന്നുമില്ല. ബട്ട് ദെൻ ഇറ്റ് ഇസ് എൻഗേജിങ്, ഇൻട്രസ്റ്റിംഗ് ആൻഡ് നന്നായിട്ട് പാട്ടുകളൊക്കെ നന്നായിട്ടൊക്കെ വന്നിട്ടൊരു സിനിമ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന